അങ്ങനെ വാഴ ഇറങ്ങിയിരിക്കുകയാണ്. വാഴ വാഴ വാഴ. ഇവിടെ വാഴ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. സിനിമ കണ്ടപ്പോൾ സിനിമയെ നമുക്ക് കളിയാക്കാനുള്ള വകുപ്പുകൾ വളരെ കുറവാണ്. അതിനുള്ള വകുപ്പില്ല, ഒത്തില്ല എന്നൊക്കെ വേണേൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ മനസ്സിലാക്കി, ആൾക്കാരുടെ പൾസ് മനസ്സിലാക്കിയാണ് സിനിമ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പടം ഒരു സൂപ്പർ ഹിറ്റ് പടമായിരിക്കും. പടം ഒരു അയൽ സംസ്ഥാനങ്ങളൊക്കെ സഹായിച്ചാൽ ചിലപ്പം പ്രേമലയൊക്കെ കടത്തിവെട്ടാനുള്ള സാധ്യതയുണ്ട്. പടം അത്രയ്ക്കും നല്ല ഒരു മേക്കിംഗ് ആണ്. ഈ ചില ക്യാരക്ടേഴ്സ് ഒഴികെ, അതായത് ക്യാരക്ടർ സെലക്ഷൻ ഉണ്ടല്ലോ, ഈ മുതുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പിള്ളേരായിട്ടൊക്കെ എടുത്തിട്ടുള്ളത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കായിരുന്നു. പക്ഷേ അച്ഛന്മാരുടെ റോള് കൈകാര്യം ചെയ്ത ആൾക്കാരായാലും പിള്ളേരുടെ റോള് കൈകാര്യം ചെയ്തവരായാലും ഒക്കെ അടിപൊളിയായിരുന്നു എന്നേ പറയാനുള്ളൂ. അടിപൊളി കോമഡി, നമ്മുടെ സാധാരണമായിട്ട് വരുന്ന കോമഡികൾ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി, സെക്കൻഡ് ഹാഫ് ഫുള്ള് ട്രാജഡി എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് സെൻറ്റിമെൻറ്റ്സ്, ഒരുപാട് ഈ ഫാമിലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ പടം ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രേമം മോഡൽ പിന്നെ തണ്ണീർമത്തന്തിനങ്ങൾ ആ ഒരു മോഡലിൽ എടുത്തതാണേലും പടം അതിലൊന്നും ഇല്ലാത്ത ഒരു സബ്ജക്റ്റും കാര്യങ്ങളും, അതിലൊന്നും ഇല്ലാത്ത ഒരു ഇതുണ്ടല്ലോ, ആൾക്കാരുടെ ഇമോഷണൽ സൈഡ്, അതാണ് എനിക്ക് തോന്നിയത് സിനിമ കണ്ടപ്പോൾ. കുറച്ച് കരച്ചിൽ വരുന്ന അത്രയ്ക്കുമുള്ള സീൻസൊക്കെ ഉണ്ട്. അത്രയും എന്ന് ഞാൻ പറയുന്നില്ല, അത്രയ്ക്കുമുള്ള സീൻസൊക്കെ ഉണ്ട്. ആണെങ്കിലും നല്ലൊരു സിനിമയാണ്. ഇതുപോലത്തെ പടങ്ങളൊക്കെ, ലോ ബഡ്ജറ്റ് പടങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ ഈ കഥയും ഈ സ്ക്രീൻ പ്ലേ ആണ് പടത്തിൻ്റെ മെയിനായിട്ടുള്ള കോർ. ഈ പടത്തിൽ പ്രത്യേകിച്ച് ഈ ചില സീനുകൾ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ. കാരണം ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കാണുമ്പോൾ കൊച്ചു പിള്ളേർ പ്രേമിക്കാൻ പോകുന്നു, അതായത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഒഴിവാക്കിയാൽ അത് ക്രിഞ്ചായി പോകുമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം കൊച്ചു പിള്ളേർക്ക് വരെ എല്ലാം അറിയാം എന്നുള്ളൊരു കൺസെപ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ 12 വയസ്സിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ 15 വയസ്സിൽ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, പിള്ളേരൊക്കെ ചീത്തയായി എന്ന് പറയും. പക്ഷേ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞൊന്നും ആരും ഇതൊന്നും ഒഴിവാക്കാനൊന്നും പോകുന്നില്ല. ഇതുപോലത്തെ പടങ്ങൾ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കാം, പിന്നെയും കാണാം. കാരണം കൊച്ചു പിള്ളേരൊക്കെ പിന്നെയും കാണും. പിന്നെ ഈ നൊസ്റ്റാൾജിക് ഫീലിങ്സ് നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ പടത്തിൽ. സ്ഥലങ്ങളും റിലേറ്റ് ചെയ്യാം, അതായത് അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് പേഴ്സണലായിട്ട് റിലേറ്റായി. കാരണം ഇത് എടുത്തിരിക്കുന്ന ആൾക്കാർ കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണ്. ഏജ്ഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏജ്ഡല്ല, 30-40 റേഞ്ചിലുള്ളതായതുകൊണ്ട് അവരുടെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ പടം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 90s കിഡ്സിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊരു കാണുമ്പോൾ ഒരു ക്രിഞ്ചായിട്ടൊക്കെ തോന്നുമായിരിക്കും. എന്ത് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്താലും മെമിക്രിക്കാരെ കൊണ്ട് ഇത്രയൊക്കെ അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ, തന്തമാരായിട്ട് അഭിനയിച്ച 3 പേര് മെമിക്രിക്കാരാണ്. പിന്നെ ഒരാൾ ജഗദീഷ് പിന്നെ കുറേ കാലമായിട്ടുള്ളൊരു നടനാണ്. അപ്പോൾ ഈയിടെയായിട്ട് പുള്ളിയുടെ അഭിനയം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മെമിക്രിക്കാരെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതൊരു എളുപ്പമുള്ള സംഭവമല്ല. പിന്നെ ഒരു പാട്ട് വാഴ ആന്തം, അത് നല്ല രസമുണ്ട്. എന്താണേലും ഒരു സൂപ്പർ ഒരു പടമാണ്. കൺഗ്രാറ്റ്സേ പറയാനുള്ളൂ. ഈ ഒരു പടം കണ്ടിട്ട് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഈ പടത്തിൽ അഭിനയിച്ചവരെല്ലാവരും അടിപൊളിയായിട്ടുണ്ട് എന്നേ പറയാനുള്ളൂ. കൺഗ്രാജുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ് ടു വാഴ. ഇനി ഈ സിനിമ കഴിഞ്ഞെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ വാഴ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, ഒരിക്കലും വാഴ എന്ന് പറയുന്നത് ഒന്നാമത് ഒരു പാഴായിട്ടുള്ളൊരു വസ്തുവല്ല. വാഴ എന്ന് പറയുന്നത് എല്ലാം യൂസ്ഫുള്ളാണ് വാഴയിൽ. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും യൂസ്ഫുള്ളാണ്. അവനവൻ്റെ കഴിവ് തെളിയിക്കാനുള്ള സന്ദർഭങ്ങളിൽ അവൻ സൂപ്പർ സ്റ്റാറാണ്. അല്ലാതെ നീ ഇതായിത്തീരണം, നീ ഡോക്ടറാവണം, നീ എൻജിനീയർ ആവണം എന്ന് പറയുന്ന പേരൻസിന്, രക്ഷകർത്താക്കൾ, മറ്റേ തള്ളമാർക്ക് ഇതൊരു പാഠമാണ്. ഈ പടം ഒരു അടിപൊളി ഒരു പടമാണ്. നല്ലൊരു കൺസെപ്റ്റാണ്, നല്ലപോലെ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്.